ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 9 മണിക്ക് ഓഫീസിൽ കയറണമെങ്കിൽ 9 മണിക്ക് നമ്മൾ കയറണം എന്നുള്ളത് കൊണ്ട് ആ ഫോണിനെ മാറ്റി വെക്കാനും നമ്മൾ കുറച്ചുകൂടെ മൈൻഡ്ഫുള്ളാണ്. കാരണം നമ്മൾ വേറൊരു ജനറേഷനെ പ്രതിദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെ കുറച്ചും കൂടി ബെറ്റർ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അഡിക്ഷൻ നമുക്ക് ബാധിക്കുന്നില്ല എന്നല്ല, നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഹവവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, അതായത് ഫോൺ ഉപയോഗിച്ചില്ല എന്താണ്, പഠിത്തം. അതവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല. ഫോൺ മാറ്റി വെച്ചിട്ടിരുന്ന് പഠിക്കുക, നിൻ്റെ മാർക്ക് കുറഞ്ഞു എന്നാണ് നമ്മൾ പറയാറ്. അപ്പം ഹാപ്പിനെസ് കൊല്ലാൻ വരുന്ന ഒരു വില്ലരായ ഒരു ശത്രു. അപ്പം നമ്മൾ ആ ഒരു റിയലൈസേഷനാണ് നമുക്ക് ഉണ്ടാവുന്നത്. കാരണം ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് ഈ ഹാപ്പി ഹോർമോൺ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഡോപ്പമിൻ. അപ്പോൾ അതാണ് നമ്മൾ പല കാര്യങ്ങളും, നമ്മളൊരു പുറത്ത് കളിക്കാൻ പോകുമ്പോഴോ പുഴയിൽ ചാടുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോഴോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സാണ്. പക്ഷെ അതിൻ്റെ ഡബിളാണ് ഈ ഫോണിൽ കൂടെ കുട്ടികൾക്ക് കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഫോണിനെ നമ്മൾ ബലമായിട്ട്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ബലമായിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷനും ആവുന്നില്ല. റൂൾസ് എല്ലാവർക്കും ബാധകമാവണം. അതായത് ചോയ്സ് ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മൾ കുഞ്ഞുങ്ങളോട് ഒരു റൂളും നമുക്ക് വേറൊരു റൂളും, നമ്മുടെ ആ ഡോമിനേഷൻ, ഞാൻ ആ വീട്ടിലെ വലിയ ആളാന്നുള്ള ഒരു ഭാവമൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പം നല്ലതായിട്ട് അറിയാവുന്ന പിള്ളേരാണ്, നല്ല കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ്. അതെ അതെ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക എന്നുള്ളത്, അവർക്ക് ആ സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് കൊണ്ടുവരിക. അത് ഒരിക്കലും ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചോയ്സ് ആയിട്ട് ട്യൂഷൻ ആയിരിക്കല്ല. ട്യൂഷന് പകരമായിട്ട് അവർക്കും കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പല പല കാര്യങ്ങളോ ആക്ടിവിറ്റീസോ അല്ലെ നമ്മളാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമുക്ക് സംസാരിക്കാം, വരൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതല്ല. അതെ, അതാ ഗെയിംസ് ഒരുമിച്ച് കളിക്കുക, സ്നീക്കർ ലാഡർ, അങ്ങനെയുള്ള നമ്മൾ പണ്ടൊക്കെ കളിക്കുന്ന എന്തും ഏക്കാൻ പോകാം, ഒരുമിച്ചിരുന്ന് എന്തൊക്കെയാ, ഈവൻ സിനിമ കാണാം അല്ലെ, ടി വിയിലൊക്കെ നമുക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാം, ഒരുമിച്ചിരുന്ന് കാണാം. കുടുംബത്തിലെല്ലാവരും